പണ്ട് കേരളത്തിലെ പുള്ളി ക്രിസ്മസിന് ഗ്രീറ്റിങ്സ് ഇല്ല. ഇപ്പം എന്താ ലെവലെന്ന് പറയും. ഇതൊക്കെ ആരാ? ഇത് ഏത് ഊളതൊക്കെ? ഇതിനൊക്കെ ആരാ വില കൊടുക്കുന്നു ഇവിടെ? ഇപ്പം പറയണ ഇവനാണോ സനാതനം? ഇവൻ എന്ത് സനാതനം? ഇപ്പം ബംഗ്ലാദേശിൽ കുടിയേറി വന്ന സാധനം. എന്തേലൊക്കെ വെച്ചുമ്പേയും വിളിച്ചു പറയുന്നുണ്ട്, എല്ലാവർക്കും എതിരെയും പറയുന്നുണ്ട്. ഈ വിദ്വേഷന്മാരും ഐറ്റിപ്പുറപ്പ് നടത്തണമെന്ന് ഏറ്റെടുക്കേണ്ട കാര്യം ഒരു സമൂഹത്തിനും ഇല്ല, ഒരു വിശ്വാസത്തിനും ഇല്ല. ഇവിടെ കൊള്ളയടിക്കണ വിശ്വാസ കേന്ദ്രങ്ങൾ, എന്നിട്ട് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. പിന്നെയാണ് ഇപ്പം ഇയാൾ പറഞ്ഞിട്ട് അങ്ങോട്ട് ഉണ്ടാക്കണേ. ഇവനാണല്ലോ ഇനിയിപ്പോൾ രാത്രിയോട് തീരുമാനിക്കുന്നത്. ഇജാതി ഊളകൾ കുറേ ഉണ്ട്. എല്ലാ വിശ്വാസത്തിനെയും വെച്ച് വയറ്റിപ്പഴപ്പെടുത്തുന്നുണ്ട്. എല്ലാ മതത്തിലും ഉണ്ട് ഇങ്ങനത്തെ ഊളകൾ. ഇങ്ങനത്തെ വിശ്വാസവും വിദ്വേഷവും പറഞ്ഞ് വയറ്റിപ്പഴപ്പെടുത്തുന്നുണ്ട്. ഇവർക്ക് 24 മണിക്കൂർ ഇതേ പറയാൻ പറ്റുള്ളൂ. വേറെ വയറ്റിപ്പഴപ്പെടുത്ത വേറെ വഴിയൊന്നും ഇല്ലല്ലോ. പോലുള്ളവരും ബുദ്ധിയുള്ളവരും ഒന്നും ഇത് വിശ്വസിക്കൂല. ഈ കുത്തിരിപ്പൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഇത് എന്തിനാണ് നടത്തുന്നത് എല്ലാവർക്കും അറിയാം. എല്ലാ ക്രിസ്ത്യനാഘോഷങ്ങളും ഒരു തൃശ്ശൂരിൽ നിന്ന് MP ഉണ്ടായതിനു ശേഷം ഇതെൻ്റെ പരിപാടി. നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് ഓരോ പറഞ്ഞ് മനസ്സിലാക്കൂടെ? വേറെ എന്തൊക്കെ ചെയ്യാനുള്ളത്? ഇങ്ങനെ കുത്തിത്തിരി. ഇതടുത്തത് കരോളിനെ തടഞ്ഞു. കരോളിനെ ആര് തടയാൻ? എന്തിനാ കരോളിനെ തടയുന്നത്? കരോളിനെ തടഞ്ഞുകൊണ്ട് എന്താ BJP അധികാരത്തേക്ക് വരും? അവിടെ നടത്തിയത് പാർട്ടിയുടെ ആളുകളാണ്, പരിപാടികളാണ്. പുറത്തു വന്നത് രൂപത പരിപാടി അവർക്ക് അറിയാനില്ല. കരോൾ നമ്മളടക്കം പാടിയിട്ടുള്ളതാണ്. ഞങ്ങളടക്കം പാടിയിട്ടുള്ളതാണ്. സ്കൂൾ കാലത്തും നമ്മൾ കോളേജ് കാലത്തൊക്കെ ഒരുപാട് കൊട്ടിപ്പാടി പോയിട്ടുള്ളതാണ്. കരോൾ പാടുന്ന ക്രിസ്ത്യൻ മെസ്സേജ് പഠിച്ചു വളർന്ന കുട്ടികളുള്ള നാടാണ് ഞങ്ങളത്താണോ? എന്താ സോമ, ഇതൊക്കെ ആലോചിച്ചിട്ട് വേണ്ട ഇറക്കാൻ. ഇജാതി കുത്തിതിരിപ്പായിട്ടൊന്നും ഇറങ്ങാതിരിക്കാനല്ലേ. ഇപ്പം കിട്ടിയതിന് ഇരട്ടി പണി കിട്ടും. പണി എന്താ രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും. അല്ലാണ്ട് വെറുതെ കുത്തിതിരിച്ച് എത്ര കുത്തിതിരിക്കും? അത് മനസ്സിലാക്കണ്ടേ. ഈ ഭയപ്പെടുത്തലല്ലാണ്ട് രണ്ട് ന്യൂനപക്ഷങ്ങളെ ഇങ്ങനെ ഭയപ്പെടുത്തുന്നതല്ലാണ്ട് ഈ രണ്ട് രാഷ്ട്രീയ കക്ഷികൾക്കും കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യാനില്ല. ഞാൻ BJPക്കാരോട് പറയുകയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോർപ്പറേഷൻ കിട്ടിയിട്ടുണ്ട്. പാലക്കാട് മുനിസിപ്പാലിറ്റി 2 പ്രാവശ്യം വെച്ച് 3-ാമത്തെ പ്രാവശ്യം ഇപ്പോൾ ഈ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അത് ഭരിക്കാൻ പറ്റിയ ഭാഗ്യം. പക്ഷേ ഈ കോർപ്പറേഷനിലെ ഭരണം എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ ഗുണം ഉണ്ടാവും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നെ ഇത്ര നന്നായിട്ട് നിങ്ങളെ ഒരു പിക്ചർ വരച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിന് മുകളിലേക്കൊരു പിക്ചർ വന്നു കഴിഞ്ഞാൽ ഒന്നും ചീലാന്നും കൂടി കണ്ടു കഴിഞ്ഞാൽ ഒന്നും കിട്ടാൻ പോകില്ല. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കുക. ഞാൻ ആരുമല്ല, അതൊക്കെ പാർട്ടി അവരുടെ പ്രസ്ഥാനങ്ങൾ. അല്ലാണ്ട് ഇവർ കാര്യം ചിലവിൽ നിന്നിട്ടല്ല നമ്മളാരും ജീവിക്കുന്നത്. ഇവരെ കൊണ്ട് റീച്ച് ഉണ്ടാക്കിയിട്ടും ഈ ചാനൽ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഇതുകൊണ്ടെന്നല്ലേ നമ്മൾ ജീവിക്കണം. അതുകൊണ്ട് നമുക്ക് അത് വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയം വ്യക്തിപരം. പക്ഷേ ഈ കുത്തിത്തിരിപ്പ് കാണുമ്പോൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ കുത്തിത്തിരിപ്പുണ്ട്. ഛത്തീസ്ഗഡ്, മണിപ്പൂർ ഇപ്പോൾ ഇവിടെ ആർക്കൊന്നും വേണ്ടല്ലോ. കഴിഞ്ഞു ഇലക്ഷൻ കഴിയുമ്പോൾ മണിപ്പൂർ കഴിഞ്ഞു. എന്താ അടുത്തത് ഛത്തീസ്ഗഡായിരുന്നു. അപ്പോൾ ഛത്തീസ്ഗഡ് അടുത്ത് കരോള്, പിന്നെ ഒരു സ്കൂള്. ഇതാണ് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം. നിലപാടില്ലാത്ത രാഷ്ട്രീയം ഗതിയാണ്. ആ സമയത്ത് എല്ലാവരും ഒന്നിച്ചോട്ട് പ്രതികരിക്കും. അത് കഴിഞ്ഞ് ഒഴിഞ്ഞു, പിന്നെ അടുത്ത് വരും. ഇങ്ങനെ നിലനിൽപ്പിന്റെ രാഷ്ട്രീയം, ഗതികളുടെ രാഷ്ട്രീയം എത്ര കാലം പോവില്ല. ജനങ്ങൾക്ക് മടുക്കും. അത് മനസ്സിലാക്കും അവർ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.